ഹലോ ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് എവിടെയാണ് ചേട്ടാ? നമ്മളിപ്പോ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാനയിലെ സെൻട്രൽ മാർക്കറ്റിലാണ് നമ്മൾ ഇന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഫർഗാനയിലെ സെൻട്രൽ മാർക്കറ്റിന്റെ ഉൾവശം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റിന്റെ എൻട്രിയിൽ തന്നെ ഇവിടെ സമൂസയൊക്കെ വെക്കുന്നുണ്ടല്ലേ ചേട്ടാ? നമ്മുടെ നാട്ടില് ഈ കുഞ്ഞു അപ്പന്മാരൊക്കെ കൊണ്ടുവച്ചിട്ടേ ഈ സമൂസയും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിൽക്കുന്ന പോലെ ഇവിടെ സമൂസ ഉണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സമൂസ കണ്ടുപിടിച്ച തന്നെ ഉസ്ബെക്കിസ്ഥാൻകാരാണ്. പിന്നെ മോമോസ്, ഇതെന്താ മോന്തെ? ഇവരെന്തോ പറയുന്നുണ്ട്, സംഭവം എന്താണ് ചേട്ടാ? നമ്മുടെ നാട്ടിലെ മോമോസ് പോലെ ഉണ്ട്, ഒരുപക്ഷെ വേറെന്താ പേരൊക്കെയാണ് പറയുന്നത്. അതെ അതെ അതെ, എന്തായാലും നോക്കാം. എന്താ ചേട്ടാ, എന്താ വേറെ സാധനം? അത് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അന്ന് കുടിച്ച് നമ്മുടെ പൊൻഗ്രാനൈറ്റ് ഇതാണോ, ജ്യൂസാണ്? ഓക്കെ, അതെ അതെ അതെ, പോമഗ്രാനൈറ്റ്. ഇവരിവിടെ ഉണ്ടാക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പോമഗ്രാനൈറ്റ് നീഡ് ഫ്രഷ് വൺ. ഇവരെങ്ങനെ ഉണ്ടാക്കും നോക്കിട്ടോ. നമ്മുടെ അവിടെ ഒരു ഗ്ലാസ് ജ്യൂസിൽ ഫ്രഷ് വീഡിയോ ഷൂട്ടിംഗ്. അപ്പൊ അവൻ പഴയത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് തരാൻ നിന്നാ, ഞാൻ പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു, ഈ സംഭവം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഉണ്ടാക്കി നോക്കിട്ടോ, അതാണ്ടാ പോമഗ്രാനൈറ്റ് ഫ്രഷ് സാധനം എടുത്തിട്ട് ഇതേപോലത്തെ സാധനം ജസ്റ്റ് ടോപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ മെഷീനിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഐഡിയ കണ്ടോ, വെള്ളവും സാധനങ്ങളൊന്നുമില്ല, ഐസ് ഒന്നുമില്ല, കണ്ടോ? ഒരു കത്തി വെച്ച് അത് കുത്തുന്നു. സംഭവം അടിപൊളി കേട്ടോ, ഇത് ഭയങ്കര ഹെൽത്തിയാ അല്ല എൻ്റെ ചേട്ടാ? അടിപൊളി സാധനല്ലേ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ഒരു കലവറ എന്ന് പറയാം. അതുപോലെ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏത് ഫ്രൂട്ട് എടുത്താലും ഫ്രഷ് ഫ്രൂട്ട്സ് അതുപോലെ ഉണ്ട്. സാധനം തന്നിട്ടുണ്ട് അടിച്ചിട്ട്, നല്ല അടിപൊളി ജ്യൂസ്, നല്ല ഫ്രഷ് ജ്യൂസ്. ഇച്ചിരി എനിക്ക് വേണം കേട്ടോ. അമ്പോ പൊളി സാധനം കേട്ടോ. എന്നിട്ട് പിടിച്ചോക്ക്. നല്ല കട്ട ചോര കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ, കണ്ണൊക്കെ തുറന്നുണ്ട്. അവൻ ചിരിക്കുന്നു, എന്താ സംഭവം? ഹായ്, താങ്ക് യു. ഹിന്ദുസ്ഥാൻ. ഓക്കെ, ഹൗ മച്ച് സോം ബ്രോ? നമ്മളെ അടുത്ത് പിന്നെ ഒരു ജ്യൂസിന്റെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയാം 5000 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 30 രൂപയുള്ളൂ. 30 രൂപ. 5000 സോമാണ് കേട്ടോ. നമുക്ക് അവിടെ നോക്കാം, അവിടെ ഫ്രഷ് ആപ്പിളൊക്കെ ഉണ്ട്. എന്ത് രസാന്നറിയോ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു തണവും നല്ല വെയിലും കൂടിയിട്ട് നല്ല ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ നല്ല തണവുമാണ്, നല്ല രസമാണ്. പക്ഷെ ഈ മാസത്തിനെയാണോ നമുക്കറിയില്ല അല്ല ചേട്ടാ. നോർമലി ഉസ്ബെക്കിസ്ഥാന്റെ ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്പിന്റെ ഒരു തണുപ്പും നമ്മളൊരു ഏഷ്യൻ റീജിയന്റെ ഒരു ചൂടും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചീപ്പാണ്. ആപ്പിളിന് വന്നിട്ട് എത്രയാ? 8,000 സോം എന്ന് പറഞ്ഞപ്പോ എത്ര പൈസ നമ്മുടെ നാട്ടിലൊരു 70 രൂപ. 70 രൂപ ആവില്ലല്ലോ, 145 റുപ്യ ആണ് ഇന്നത്തെ കൺവേർഷൻ റേഷ്യോ. ഒരു 55 റുപ്യ. 1 കിലോ ആപ്പിളിന് 55 റുപ്യ. നോക്ക്, നമ്മുടെ നാട്ടില് കണ്ടിട്ടുണ്ട് ആപ്പിളിന്റെ ഇല. നിങ്ങൾ നോക്കിയേ, ആപ്പിളിന്റെ പുറത്ത് നോക്കാൻ ചേട്ടാ ഇല ലൈവില് പറിച്ചുകൊണ്ട് വെച്ചേക്കുന്ന സാധനല്ലേ, സാധനം നോക്ക്. യെസ് യെസ്, വി ആർ ഫ്രം ഇന്ത്യ. India? Yes, India. Student? No student. Vloggers. Yes. Okay, ഒരു അമ്മച്ചി ഇന്ത്യൻ ആണോ എന്നൊക്കെ ചോദിച്ചു. Hello, how are you? Okay, thank you. നമ്മുടെ നാട്ടിലുള്ള വെള്ള ആപ്പിളിന് 5000 സോമേ ഉള്ളൂ. 5000 സോമു എന്ന് പറഞ്ഞപ്പോ 5000 സോമു എന്ന് പറഞ്ഞപ്പോ എത്രയാടാ? ഒരു 30 റുപ്യ. 30 റുപ്യ 1 കിലോയ്ക്ക്. താങ്ക് യു. ഇത് ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ. ഇതിങ്ങനെ നേരെ ഇതെല്ലായിടത്തും ഫ്രൂട്ട്സ്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ പോയാലോ? ഓക്കെടാ. മാർക്കറ്റിന്റെ ഉള്ളിൽ ഇനി ഭയങ്കര സംഭവമാണ്. ഇതിപ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ചേച്ചി സമൂസ കച്ചവടം ചെയ്യുന്ന ചേച്ചിയാണ്. ഹൗ മച്ച് സോം? 200 സോംസ് ആണ് ഉള്ളത്. 200 15 രൂപയ്ക്ക് താഴെ. അതെ, അത്രേ ഉള്ളൂ. ഇവിടെയും കുറെ ആപ്പിൾ ആയിട്ട് കുറെ അമ്മച്ചിമാരുണ്ട്.
ഇതാ സേ ഹായ് ഹായ് ഹായ്. നോക്ക് ഗ്രേപ്സ് ഒക്കെ നോക്ക്. അതിന്റെ ചേട്ടാ നോക്ക് ഗ്രേപ്സ് നോക്ക്. ആ അത് ഡയറക്റ്റ് ചെടിയിൽ നിന്ന് കട്ട് ചെയ്തല്ലേ കൊണ്ട് വെച്ചേക്കുന്നത് ഗ്രേപ്സ് ഒക്കെ. അപ്പൊ എന്തായാലും ഇതാണ് മാർക്കറ്റ്. എടാ മോനെ, ഇത് ഇങ്ങനെയാണ് ഉണ്ട്. ഇതെന്താ സാധനം ഇത്? ഇതെന്ത് സംഭവം? എന്തോ ഒരു പ്രത്യേക ഫ്രൂട്ടാണ് കേട്ടോ, കൊള്ളാം. എന്തോ സംഭവ. ഇത് അറിയുന്നവരെന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് എന്താ സാധനം എന്ന് അറിയുന്നവര്. ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായില്ല. ഇത് അമ്മച്ചിമാര് മാത്രല്ല കേട്ടോ, അപ്പാപ്പന്മാരും ഉണ്ട് ഇവിടെ. അപ്പാപ്പന്മാര് ആപ്പിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആപ്പിളൊക്കെ അത്രയും ഫ്രഷാ. നമ്മുടെ അവിടുത്തെ ആപ്പിളിന്റെ മുകളിലൊക്കെ ഒരു മെഴുക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാങ്ങയുടെ പുറത്തുണ്ടാവുന്ന ഒരു സാധനം പോലെ ഇല്ലേ. നമ്മളാടെയുള്ള ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്ലേസിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സ് പുരട്ടുന്നുണ്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെടിയിൽ നിന്ന് എടുത്തിട്ട് വിൽക്കാൻ കൊണ്ടുവരുന്നല്ലേ. അതെ അതെ, അത്രയ്ക്ക് ഫ്രഷ് അല്ലേ. ഫ്രൂട്ട്സിന് എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ പോലെ വേറെ രാജ്യം കൊണ്ടുപോകുന്ന ഇതാണ്. ഇത് നമ്മൾ വിചാരിക്കും ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വല്ല ആദ്യം വിചാരിച്ചപ്പോ എന്താ വെച്ചാൽ തലയിൽ വെക്കുന്ന കിരീടം. ഇന്ത്യ. ഇത് പക്ഷേ ഇത് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ്, ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇത് തിന്നാനുള്ളതാണ് ഗൈസ്. ഇത് ഇതാണ് മീൻസ് ഫുഡാണ്. ഇതിന്റെ പേരെന്താ? ലെപ്പോസ്കി. ലെപ്പോസ്കിയിൽ തന്നെ കുറെ സംഭവങ്ങളുണ്ട്. ഡിസൈൻ അനുസരിച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ. നോക്ക് ഇത് നോക്ക്. ഇത് നമ്മൾ വിചാരിക്കും ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്ന സംഭവമില്ല, അതാണ് വിചാരിക്കും. പക്ഷെ ഇതില് കറിയൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ തിന്നും. ഭയങ്കര ഇഷ്ടമായി, എല്ലായിടത്തും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ അവിടെ ഒരു 10 പേർക്ക് തിന്നാല്ലേ. ഒറ്റക്കടിക്കും. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാ. നല്ലോണം ഫുഡ് അടിക്കും, നല്ലോണം പണിയെടുക്കും, നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാ. ഇവിടെ ഒരാൾക്കും വയറ് കാണാനില്ല. നമ്മളവിടെ ഫുള്ള് വയറന്മാരാവും. കണ്ടോ, ഇത് ലെപ്പോസ്കിയുടെ ഒരു സെക്ഷനാ. എല്ലാവിധ ലെപ്പോസ്കികളും ഉണ്ട് ഇവിടെ. എന്റെ ഏട്ടാ, ഉസ്ബെക്കിനെ കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ലിവിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉസ്ബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് ഇവിടെയുള്ള ആൾക്കാർ ഇന്ത്യൻസിനോട് ഭയങ്കര സ്നേഹമാണ്. ആണോ? ഭയങ്കര ആതിഥേയ മര്യാദയുള്ള ആൾക്കാരാണ്. അത് കൂടാണ്ട് ലിവിംഗ് കോസ്റ്റ് ഭയങ്കര കുറവല്ലേ. ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് വെച്ച് എനിക്ക് തോന്നുന്നത് 146 ഉസ്ബെക് സോമാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മൾ പറയുന്നത് ഇവർക്കും മനസ്സിലാവില്ല, ഇവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. കോമൺലി ഒരു 20% ആൾക്കാർക്ക് എന്താ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയുള്ളൂ. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഏട്ടാ, നമ്മുടെ അവിടുത്തെ ഒരു ചിക്കനും ബീഫും ഒക്കെ വിൽക്കുന്ന ഒരു ഇറച്ചിക്കടയുടെ മുന്നിൽ എങ്ങനെയോ അവസ്ഥ ഒന്ന് പറഞ്ഞു. അവിടെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, മൊത്തം സ്മെല്ലും വാടയും എല്ലാം ബ്ലഡ് ഒക്കെ കെട്ടിട്ട് എന്താ അവസ്ഥയായിരിക്കും. അതെ, നോക്ക് ഇവിടെ നോക്ക് നിങ്ങള്. ബീഫ് വിൽക്കുന്ന പുറത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നോക്ക്, ഇവര് കണ്ടോ മീറ്റ് സെല്ല് ചെയ്യുക. 70,000 സോമാണ് ഒരു കിലോന് എന്ന് പറയുന്നത്. അതായത് നാട്ടിൽ ഇച്ചിരി വില കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെ ഏകദേശം ഒരു 500 റുപ്യ ഇല്ലേ? ഇല്ലല്ലോ, 70,000 സോം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 450 റുപ്യക്ക് മേലായി. 70,000 സോം എന്ന് പറയുമ്പോൾ. പക്ഷെ ചിക്കന് ഭയങ്കര വില കുറവാണ്, 450 രൂപ. ചിക്കന് പക്ഷെ ഭയങ്കര വില കുറവാട്ടോ. അതെ അതെ, ചിക്കനും വില കുറവാണ്, അതുപോലെ ഷീപ്പിനും വില കുറവാണ്. ഇതും ബീഫ് തന്നെയാണല്ലേ? അല്ലല്ല, ഇത് ഷീപ്പാണ്. ഷീപ്പാണ്. ചെമ്മരിയാടിന്റെ ഇറച്ചിയാണ് ഗൈസ്. പക്ഷെ അവര് നീറ്റായിട്ട് എത്ര വൃത്തിയിലാ നോക്കി അത് കൊണ്ടുവന്നേ. അല്ല എന്റെ ഏട്ടാ, സംഭവിച്ചില്ല ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അല്ലാണ്ട് തന്നെ ചിക്കന്റെ സംഭവങ്ങളുണ്ട്. ഇതിപ്പോ കണ്ടോ 7,000 ആണല്ലേ? ഓക്കെ, ഒരു പീസിന് 7,000 ഉള്ളൂ. അപ്പം മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വില കുറവല്ലേ? 45,000 ഓരോരോ പീസിന് സെക്ഷന് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൈസയാ. ഇപ്പൊ ഈ മീറ്റിന് ആകെ 14,000 സോമേ ഉള്ളൂ. 14,000 സോം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 100 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അതിന്റെ ലെഗ് പീസസ് വരുമ്പോൾ 38 സോമേ ആവുള്ളൂ. 38 സോം എന്ന് പറയുമ്പോൾ 200 റുപ്യ ആ റേഞ്ചല്ലേ വരുന്നുള്ളൂ. കോഴിമുട്ട 1,400 രൂപ. പൈസ എന്നെല്ലാം പറഞ്ഞാണല്ലോ, ലക്ഷങ്ങളുടെ ഒരു എന്താണ് ഇതാണ് കളിയാ. ഫുൾ ലക്ഷങ്ങൾ മാത്രം. ഇതാ ആ ചിക്കൻ കടയുടെ അപ്പുറത്ത് തന്നെ ഇതാ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് വിൽക്കുന്നു, പല തരത്തിലുള്ള ബിസ്ക്കറ്റാ അല്ലെ സംഭവം. ഇതൊക്കെ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു എന്റെ ഏട്ടാ. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചോക്ലേറ്റ് സെക്ഷനാ. അത് നല്ലതാന്ന് തോന്നുന്നു പറഞ്ഞത്.
ഇല്ലില്ല, റഷ്യൻ ടേസ്റ്റ് ഉള്ള സാധനമാണ്, വളരെ നല്ലതാണെന്നാ പറഞ്ഞു. അതെ അതെ അതെ. ഇവിടെ സ്വീറ്റ്സിന്റെ ഒരു സെക്ഷനാ പിള്ളേർക്കൊക്കെ ഉള്ള. അല്ലല്ല, വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ എൻജിയർ മാർക്കറ്റ് നോക്കി ഇവിടെ ഇത്ര ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഈ ഒരു എൻജിയർ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാല് ഈ മാർക്കറ്റ് എന്ത് ക്ലീൻ ആയിട്ടുള്ളത്, ശരിയല്ലേ? ഒരു ചവറ് പോലും ഇവിടെ കിടക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പൊ ഈ നമ്മുടെ ലാസ്റ്റിൽ നമ്മൾ വന്ന് കാണുന്ന സമയത്ത് അവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, മീറ്റ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വേസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം അവർ മാനേജ് ചെയ്തെന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ലേ മാനേജ് ചെയ്തേക്കുന്നത്, ശരിയല്ലേ? ശരിയാ. ഇവരൊക്കെ നമ്മളെ നോക്കുന്നതൊക്കെ ഹായ് ഹായ് ഹായ്. പിന്നെ എങ്ങനെ ഒരു ഹായ് പറയൂ? ഇവിടെ റൈസ് ഉണ്ട്. ഉസ്ബക്കില് റൈസ് കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടേക്ക് വരുന്നതാണ്. ഉസ്ബക്കില് റൈസ് കിട്ടും അല്ലെ എന്റെ ചേട്ടാ? ഇവര് റൈസ് കഴിക്കാത്ത ആൾക്കാരാ, വളരെ കുറവാണ്. എല്ലായിട്ടും റൈസ് ഇതായിരിക്കുന്നുണ്ട്, അതുപോലെ ഗോതമ്പുണ്ട്, കടലകളുണ്ട്, റൈസുകൾ ഇരിക്കുന്നത് ഇവിടെ. എല്ലാ റൈസും കിട്ടും. പിന്നെ അതാ ഇപ്പുറത്തും ഉണ്ട്, നമ്മൾ കാണാത്ത തരം റൈസും ഉണ്ട് ഇവിടെ അല്ലെ? ആ റൈസ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ള റൈസുകൾ അതേപോലെ തന്നെ. അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സിയോ അരി പോലെ ഉണ്ട് അല്ലേ? അതെ അതെ. ഇവ നോക്കുന്നുണ്ട്. ഹായ് ഹായ്. ഇതും മീറ്റിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. മീറ്റിന്റെ ഒരു ഫുൾ സെക്ഷനാ ഇത്. ഇതെന്താന്ന് മനസ്സിലായോ ചേട്ടാ? നമ്മുടെ അവിടുത്തെ ഇതാ കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന ഇവരിതാ ഒരു കൗണ്ടർ ഇട്ടിട്ട് സംഭവം കീ ഉണ്ടാക്കി കൊടുക്കുന്നു. അടിപൊളി പരിപാടിയാണല്ലോ. വീട്ടിലുണ്ടായതാന്ന് തോന്നുന്നുണ്ട്. ബോയിൽഡ് മീറ്റ് കണ്ടില്ലേ? പ്രോസസ്ഡ് മീറ്റും ബോയിൽഡ്. ഇത് നമുക്ക് പറയുന്ന പോലെ ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട്. കാളന്റെ കാലാടാ, കാളന്റെ കാലാണ്. ഇതെന്താ? ഇത് നമ്മുടെ ഇതല്ലേ സോസേജ്. ഇതെങ്ങനെയൊക്കെയോ അവര് മീറ്റ് എന്തൊക്കെയൊക്കെ നമുക്ക്, പക്ഷെ നമുക്ക് ഇഷ്ടാവില്ല ഇത്. കാരണം ഇവര് പച്ചക്കാ, ഇത് ഭയങ്കര പച്ചക്കാ വെക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് തന്നെ എന്തുണ്ട്, ഇതാ ബീഫ് മേടിക്കുന്നുണ്ട് ചേട്ടന്മാര് കണ്ടോ. കട്ടിങ്ങിന് തന്നെ ഒരു പ്രത്യേക ശൈലി അവരുടെ. ഇതാ ഇവിടെയൊക്കെ ബീഫും കാര്യങ്ങളൊക്കെയാണ്. കാളയുടെ നാക്ക് വിൽക്കാനുണ്ട്, പോത്തിന്റെയും കാളയുടെ നാക്ക് വിൽക്കാനുണ്ട്. നാക്ക് കണ്ടോ, ഇത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഇത്. അസ്സലാമലൈക്കും. ലിവറ്, പിന്നെ അതിന്റെ കിഡ്നി, എല്ലാ സാധനം എന്ത് വേണേലും ഉണ്ട്. ഇവർക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അത് ഇത് സ്പൈസസിന്റെ ഒരു ഷോപ്പാ. സ്പൈസസ് അല്ല, നട്ട്സിന്റെ ഒരു ഷോപ്പ്. എല്ലാവിധ നട്ട്സും ഉണ്ടാവും. അണ്ടേട്ടാ നമ്മൾ ആ ബദാമിന്റെ കണ്ടില്ലേ? നമ്മള് ഇത് ബദാം, ഇത് ബദാമാണ് ഗൈസ്. ഇതൊന്ന് പൊളിച്ചേട്ടാ. ഇതാണ്ടോ കണ്ടോ, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ ബദാം വീട്ടി. ചേട്ടാ സൂപ്പർ സൂപ്പർ, താങ്ക് യു, ബൈ. ഗ്രേപ്സിന്റെ ഒക്കെ നോക്ക്. ഉസ്ബക്കിൽ വരുന്ന ആൾക്കാർ ഫർഗാന സെൻട്രൽ മാർക്കറ്റില് ഈ ചേട്ടനെ കണ്ടു കഴിഞ്ഞാല് നല്ല നട്ട്സ് കിട്ടും. താങ്ക് യു. ഇവിടെ നമ്മുടെ മസാലാസ് എല്ലാം ഉണ്ട്. ഇത് മുളക് പൊടിയാന്ന് തോന്നുന്നു. മുളക് പൊടി, മഞ്ഞപ്പൊടി, ബാക്കി ഗരം മസാല, ക്രഷ്ഡ് ചില്ലി, കുരുമുളക് ഉണ്ട് കേട്ടാ. കുരുമുളക് ഉണ്ട് നമ്മുടെ. നല്ല അടിപൊളി കുരുമുളക്, നല്ല ഫാസ്റ്റ് ക്വാളിറ്റി കുരുമുളക്. ഇത് ഇവിടെ അവിടുത്തെ സ്പൈസസ് ഉണ്ട് ഇതില്. പെരുംജീരകം ചതച്ചത്, എല്ലാ സാധനം ഉണ്ട്. ഹായ് ഹലോ. ഇതാ ഒരു കുട്ടീനെ എടുത്തിട്ട് ചേച്ചി നോക്ക് നോക്ക്. ഹായ് ഹായ്, അസ്സലാമു അലൈക്കും. അവര് കുട്ടീനെ എടുത്ത് നടക്കുന്ന കണ്ടോ. ഇതാ ചേട്ടൻ്റെ ഒരു കുട്ടിയുണ്ട്. ഹായ്. ഭയങ്കര ദേഷ്യത്തിലാ. ഹായ്. സംഭവം അടിപൊളിയാട്ടോ ഇവിടുത്തെ ആൾക്കാർ. നമുക്ക് ഇവിടുന്ന് ഇനി നമ്മുടെ മാർക്കറ്റിനുള്ളിൽ ഫിഷിന്റെ സൈഡിലോട്ട് പോയാലോ? ഫിഷിന്റെ സൈഡ് പോവാം. ഫിഷ് കാണണ്ട തന്നെയല്ല ഇവിടെ ഇങ്ങനെ ഫിഷ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫിഷ് കിട്ടുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ നാട്ടിൽ കിട്ടില്ല, വെറുതെ സത്യമായിട്ടും കിട്ടില്ല. ഇങ്ങനെ ഫിഷ് കിട്ടില്ല. കിട്ടുന്ന സ്ഥലം ഉണ്ടാവും അല്ലെ,
പക്ഷെ ഒരു മാർക്കറ്റിലൊന്നും ഇങ്ങനെ ഫിഷ് സെല് ചെയ്യുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റിൽ ഇങ്ങനെ ഫിഷ് സെല് ചെയ്യുകയാണെങ്കിൽ ആ. അവൻ അതോടെ കോടീശ്വരനാവും. അതെ 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 അതെ. ഇതുപോലെ ഫ്രഷ് ആയിട്ട് വിൽക്കാൻ പറ്റുമോ? ഇതാ നമ്മൾ നേരത്തെ പിടിച്ച ജ്യൂസ് കിട്ടോ, ഇവിടുത്തെ മെയിൻ സംഭവമാണിത്. ഈ പോമഗ്രാനൈറ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഫ്രഷ് ആണ് കേട്ടോ. നമ്മുടെ അവിടത്തേനേക്കാളും ഫ്രഷാ. ഇതാ ഒരു അപ്പൂപ്പൻ. ഹായ്, അസ്സലാമു അലൈക്കും. ഇതാ കണ്ടോ, ഇതിങ്ങനെ ഒരു ബ്രെഡ് ആയിട്ട് ഇന്ത്യ ബിസ്ക്കറ്റ് കണ്ടോ, എന്ത് സ്റ്റേ ആ നോക്ക്. നമ്മളെ പറ്റിക്കില്ല ഇവര്. നമ്മുടെ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് S23 ആണ്. ഇത് നമ്മള് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ വഴിക്ക് എന്തുണ്ടായി ചേട്ടാ, നമ്മള് ഇത് കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ കാറിൽ വെച്ച് മറന്നുപോയി. ആ ഡ്രൈവർ അവൻ കൊണ്ട് തിരിച്ചു വന്നു ഈ സാധനം. നമ്മളിവിടെ വലൈക്കും അസ്സലാം. അപ്പൊ നമ്മളെന്താ മറ്റേ സൈറ്റ്, ഇതിന്റെ പേരെന്താ, യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ടാക്സിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ഭയങ്കര ചീപ്പാണ്. നാട്ടിലൊരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോവാം. അത്രയും ചീപ്പാ. അവന്റെ നമ്മള് സൈഡില് ഒരു സെക്കൻഡ് ബേബി, നമ്മളിവിടെ കാളയുടെ കാലേ ക്ലീൻ ചെയ്ത് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നാലോ? അത് കണ്ടിട്ട് വരാം. അപ്പൊ അത് എന്ത് ചെയ്തു അവൻ, ആ സാധനം അവൻ എവിടെയോ ആണ്, അവൻ എന്ത് ചെയ്തു, തിരിച്ച് ആ ഫോണ് കൊടുന്നു അല്ലേ. എന്നിട്ട് അവന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പൊ സൈഡിൽ അവന്റെ ഫോട്ടോ വെക്കാം നമുക്ക്. അവന്റെ ഫോട്ടോ ഇപ്പൊ വരും. ഇത് കാളയുടെ കാലാണ്. കാളയാണോ ഇതെന്താ? കാളയാ ആണോ? ഇന്ത്യ. ഇത്രയും വേസ്റ്റ് ഇവിടെ എടുക്കണ്ട, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാണ്ടാണ് അവര് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ എല്ലാം ഓരോരോ പീസായിട്ട് കിട്ടും നമുക്ക്. നമ്മുടെ ബീഫിന്റെ തലച്ചോറിനുള്ളിൽ മറ്റേ നാരുണ്ടെങ്കിൽ കഥ ഇടയ്ക്ക്. ഇതെന്താ സംഭവം? ഇത് ഫ്രോസൺ ആണെന്ന് തോന്നുന്നു. ഇതെന്തോ ബീഫിന്റെ എന്തോ ഐറ്റം ആണ്. അവിടെ ഉള്ളില് ഭയങ്കര തകൃതിയായിട്ടുള്ള കച്ചവടമാണ് കേട്ടോ. ഇന്ത്യ ഇവിടെ നോക്ക്, ബീഫ് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത സംഭവങ്ങള്. നല്ല അടിപൊളി ബീഫിന്റെ നാക്കുണ്ട്. ബീഫിന്റെ നാക്ക് ആണോ, ഹിന്ദുസ്ഥാനാണോ എന്ന് ചോദിച്ചിട്ട് അവരുണ്ടോ. നമ്മൾ അത്രയും റെസ്പെക്ട്ഫുള്ളാ അല്ലെ. അസ്സലാമു അലൈക്കും. നമ്മളെ ഭയങ്കര ഇഷ്ടാ. അവൻ നമ്മളെ ഷോപ്പിലേക്ക് വിളിക്കുന്നുണ്ട്. അവന്റെ ഷോപ്പ് കാണിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടോ. ഓഹോ, ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താങ്ക് യു ബ്രോ. സലീം. നല്ല ബീഫ് കിട്ടണമെങ്കിൽ ഈ കടയിൽ വന്നാൽ മതി. സലീം ഖാന്റെ കട ഉണ്ട്. ഹോൾസെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. ഇന്ത്യ, കേരള, സൗത്ത് ഇന്ത്യ. എന്ത് ഭംഗിയാന്നറിയോ ഇറച്ചി വെട്ടുന്നതിനടക്കം. ഇവനൊക്കെ നമ്മുടെ നാട്ടിലെ അല്ലേ, ഇറച്ചി വെട്ടുന്നതിനടക്കം എന്ത് ഭംഗിയല്ലേ. നല്ല അടിച്ച് കൂട്ടപ്പനായി ഇവരൊക്കെ ഉണ്ടോ നോക്കി. ബീഫ് വെക്കുന്നത് കണ്ടോ, വയറിലൊന്നും കണ്ടല്ലേ, ഒരു ചെളി പോലും ഇല്ല. തേച്ച് അതേപോലെ ഉണ്ട്. ഷർട്ട് തേച്ച് പോലെ കണ്ടോ. ഇവനൊക്കെ വിൽക്കുന്ന ആളാ കണ്ടോ, ഷർട്ടിന്റെ ചുളി കണ്ടോ. ഇവ നോക്ക്, ഇവൻ ഡ്രസ് കടയിൽ നിൽക്കുന്ന പയ്യനെ പോലല്ലേ കേട്ടോ. അത്രയും നീറ്റ് അവര്. ഇവിടെ ഇതിന് മാർക്കറ്റിനുള്ളിൽ ഇരുതാ എന്തോ സാധനം കേട്ടോ. അല്ല എന്റെ ഏട്ടാ അടിപൊളിയല്ലേ. നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ ഒരു 10 ഷോപ്പുള്ള ഒരു ബീഫ് ഷോപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? മണെടുത്തിട്ട് നമുക്ക് ചാവും. ഇതെന്താ സംഭവം? ഇത് ചെമ്മരിയാടാന്ന് തോന്നുന്നു. ചെമ്മരിയാടിന്റെ കൊഴുപ്പുണ്ടല്ലോ, ആ ചെമ്മരിയാടിന്റെ ബാക്ക് പോർഷൻ വരുന്നത് അത് പിന്നെ ഫാറ്റ് ആണ്. അത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഫ്രഷ് അല്ലെങ്കിൽ ഇവിടെ സ്മെല്ലോട് ആയിരിക്കും. പൊട്ടയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അതിന്റെ അടുത്തത് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. നല്ല ആൾക്കാരാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഒന്ന് പോയി കണ്ടുപോകാം. ഫിഷ് മാർക്കറ്റ് എന്തായാലും കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ വെജിറ്റബിൾസ് കണ്ടോ, ചെറിയ പൈസയുള്ളൂ. ഇവിടെ ഉള്ളി കിട്ടില്ല എന്ന് പറഞ്ഞ ആളാരാ. ഉള്ളിക്കറിയും തക്കാളിയും കുറച്ച് ഉപ്പിട്ട് ഇവിടെ ജീവിക്കാം. സബോളക്ക് 4000 സോം, നാട്ടിലെ 25 റുപ്യ കിലോ. 25 റുപ്യ കിലോന്. വേറെ കൂടിയായി അടിപൊളി കേട്ടോ. എനിക്ക് തോന്നുന്നത് 10 ഉണ്ടെന്ന് തോന്നില്ലേ. വലിപ്പത്തിനറിച്ച് വില കുറയും കേട്ടോ. കുഞ്ഞാണെങ്കിൽ 25000 സോമേ ഉള്ളൂ. നാട്ടിലെ ഒരു 15 റുപ്യക്കുള്ളിലേ ഉള്ളൂ. അതെ അതെ. ഇതും സ്പൈസസിന്റെ ഷോപ്പാ. ഇവിടെ പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ നല്ല ഫ്രഷ് ഉരുളൻകിഴങ്ങ്. കാരണം അതിന്റെ മണ്ണില്ലേ, മണ്ണ് പോയിട്ടില്ല.
ദാ എടാ മോനെ നല്ല മുഴുത്ത ക്യാരറ്റ് നോക്കിയ നീ. അയ്യോ എന്നാ സൈസാ നോക്കിയ ക്യാരറ്റ്. ഉസ്ബെക്ക് ക്യാരറ്റ്. നമ്മൾ ഇന്നലെ കണ്ട ക്യാപ്സിക്കത്തിന്റെ മുളവിന്റെ വലിപ്പം എനിക്ക് ഓർമ്മയുണ്ടാ. ആ നാട്ടിലെ എനിക്ക് തോന്നുന്നത് വെള്ളരിക്കേന്റെ സൈസ് ഉണ്ട്. അതെ അതെ. അത് എവിടെ ഉണ്ടായിരുന്നു? അത് പോയി കാണണമല്ലോ ഒന്ന്. അത് അപ്പുറത്തെ സൈഡിലാ. അത് ഇത് കഴിഞ്ഞിട്ട് പോവാം നമുക്ക്. ഇതാ ഇതിനെ ലെഫ്റ്റ് എടുത്തിട്ട് ഇതാ ഇവിടെ ഒരു അമ്മച്ചി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിന്റെ ഉള്ളില് ഭയങ്കര നല്ല ആൾക്കാരാ, നമ്മളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവര്. പിന്നെ എല്ലാത്തിന്റെയും പ്രൈസിങ്ങിന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടുമെന്നുള്ള പേടിയല്ലേ. വിലപേശലും പരിപാടിയൊന്നുമില്ല. അവർ കൃത്യമായിട്ട് പ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ വിലയുള്ളൂ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോ വന്നത് നമ്മുടെ ഫിഷ് മാർക്കറ്റിലാണ്. നോക്ക്, നമുക്കിപ്പോ ഈ മീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് തരും? ഈ മീൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്ത് തരും? കട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ തരും. കണ്ട, അതാണ് അതിന്റെ പരിപാടി. അവന് തൂക്കുന്നു. മക്കളെ, ജീവനുള്ള മീന് കടലിൽ നിന്നും പുഴയിൽ നിന്നും നേരിട്ട് പിടിച്ചു കൊണ്ടുവന്ന് നമുക്ക് ജീവനോടെ കട്ട് ചെയ്ത് തരുന്നത് അയാളാണ് കട്ട് ചെയ്യുന്ന ആള്, മെയിൻ ആള്. ഇവനേതാ ഇടുന്നുണ്ട് ഇതില്. നല്ല ഫ്രഷ് ബ്രാലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ബ്രാലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇത് ബ്രാലല്ലേ? അത് തന്നെ ബ്രാലി. ഇല്ലില്ല, ഇത് നമ്മുടെ മുഷിയാന്ന് തോന്നുന്നു. മുഷിയാണെന്ന് തോന്നുന്നു. അത് തന്നെ മുഷിയ. കണ്ടാ ഫിഷ്. ഇത് തൊട്ട് കാണിച്ചാ ഇവനെ ഇന്നലക്കും അല്ലെ? ഇപ്പൊ അലക്കും. മേടിച്ചാൽ നമുക്ക് കറി വെക്കാൻ വൈകുന്നേരം. വേണ്ട. കണ്ടാ, ഇവര് ഭയങ്കര ബിസി ഉള്ള ഒരു സെയിലാണ് ഇവര് നമ്മള് മൈൻഡ് ചെയ്യണമെന്നില്ല. അല്ലാത്ത മീനുണ്ട് കേട്ടോ അതിന്റെ ഏട്ടാ. അതിന് പൈസ കുറവല്ല. ഇത് അവര് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പൈസ കുറവൊന്നുമില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നതേ പല ഷോപ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അവിടെ. ഇത് ഫിഷ് കട്ട് ചെയ്യണ നോക്കൂര്. കണ്ടോ, അതിലെ എല്ലാ അഴുക്കും കളഞ്ഞ് വൃത്തിയാക്കിട്ട് തരുന്നത് അല്ലേ? കാറ്റ് ഫിഷ് കിടപ്പുണ്ട്. കാറ്റ് ഫിഷ് അല്ല, ശരിക്കും പറഞ്ഞാണല്ലോ ഇവരെല്ലാവരും നമ്മൾ ഈ റഷ്യൻ സിനിമയിലൊക്കെ കാണുന്ന ആൾക്കാരെ പോലെ അല്ലേ? മാഫിയ ലുക്ക് അവരെ. സത്യത്തിൽ ഇതിൽ നിന്ന് 5 പേരെ പിടിച്ചോണ്ട് വന്നിട്ട് നാട്ടിലൊരു സിനിമ എടുത്താലോ? ഇവരിതിന്റെ ഇതുണ്ട് തോന്നുന്നു കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഫാമിംഗ് ഉണ്ട് തോന്നുന്നു. നോക്ക്, നമ്മളവിടെ അക്വറിയത്തിലിടാം മീനെ. എന്ത് ഭംഗിയല്ലേ കോളി. ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിൽ ഉണ്ട്. ചെമ്പല്ലി, ചാള, അയല എല്ലാം ഉണ്ട്. ഇത് ഫില്ലായിട്ട് കിടക്കാടാ. മൊത്തം ഫില്ലാണല്ലോ ഇത്. അല്ല, ഇത് എത്ര ഫ്രഷ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുമല്ലോ. നീ തൃശ്ശൂരുള്ള മീൻ കടയിൽ പോയിട്ടുണ്ടോടാ? അല്ല, കാര്യമായിട്ട് വെച്ചാ എങ്ങനെയുണ്ട്? നീറ്റാണ്. കമ്പാരിറ്റീവ്ലി ഇതിന്റെ അടുത്ത് തന്നെ വേറെ കടകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതന്നെ വലിയ കാര്യല്ലേ. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് ഹോൾസെയിൽ ആയിട്ട് മേടിക്കുന്ന കടയെന്ന് തോന്നുന്നു. ഓരോരോ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാ അല്ലേ ചേട്ടാ? എനിക്ക് തോന്നുന്നേടാ ഇതേ ഇവരെന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? അവരവിടെ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് കൊണ്ട് സെല് ചെയ്യുന്നതായിരിക്കും. പിടിയോ വീട്ടിൽ നിന്ന് ഇത് പാക്കറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതായിരിക്കും. ആ മണ്ണൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ക്ലീൻ ചെയ്യാണ്ട്. ഇങ്ങനെ പോവാ. ഇത് നമ്മുടെ നാട്ടിലെ ഈ ഫിഷ് മറ്റേ അക്വേറിയത്തിൽ ഇടുന്ന മീനുകളെ പോലെ ഉണ്ടല്ലേ? നോക്ക്, ഈ മീനൊക്കെ നോക്കാൻ ചേട്ടാ. നോക്കിയേ അല്ലേ? എന്ത് ഭംഗിയല്ലേ അതിനെ കാണാൻ. അപ്പുറത്തുള്ള മീനും ഉണ്ട്. എന്ത് ഭംഗിയല്ലേ. ഈ മീനൊക്കെ ഏകദേശം കുറച്ചായി തോന്നുന്നു. ഇത് ഇങ്ങനെ ജീവനുണ്ട്, പക്ഷെ കോമേല. അല്ല, ഓർമ്മല്ലേ ഇവര് രാവിലെ പിടിച്ചിടുന്നതായിരിക്കുമല്ലോ. ശരിയല്ലേ? പക്ഷെ ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട്. ഇത് മറ്റേ പ്യൂരിഫൈ ആക്കുന്നുണ്ട് ഇതിന് വേണ്ടി. സെയിം ടൈമിൽ തന്നെ അവർ ഓക്സിജനും കൊടുക്കുന്നുണ്ട്. അടുത്തൊരു കുഞ്ഞു ബീഫ് ഷോപ്പ് ഇവിടെ ഉണ്ട്. നോക്കാൻ ചേട്ടാ, ഉസ്ബക്കിലെ മോനെ, ഇതാണ് നമ്മള് വിത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ സാധനമാണ്. എന്ത് നീളാലേ? അല്ലല്ല, അങ്ങനെ കാണിച്ചാൽ മനസ്സിലാവും. നിന്റെ കയ്യിലൊന്ന് വെച്ച് കാണിക്കും. നിന്റെ കൈ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അൺലെങ്ത് കാണിച്ചു കണ്ടോ? മുളകിന്റെ സൈസാണ് അത്. നോക്ക്, നമ്മുടെ നാട്ടിലെ തക്കാളി തമിഴ്നാട് ഇത്രയും അടുത്ത് അവിടെയൊക്കെ കൃഷിയുണ്ട്. ഇതേപോലത്തെ തക്കാളി കാണാൻ പറ്റും. നോക്കി കണ്ടില്ല, അത്രയ്ക്കും ഫ്രഷാ. ഇവിടുത്തെ ആൾക്കാരെ കണ്ടോ? ആ ചേച്ചിനെ കണ്ടോ?
ഹായ് നമസ്തേ. കണ്ടോ എല്ലാവരും സ്വർണ്ണപ്പല്ല ഇവിടെ കണ്ടോ അല്ലേ എന്റെ ചേട്ടാ? ഏരിയയുടെ സ്വർണ്ണപ്പല്ലുള്ള ആൾക്കാർ പണക്കാരാണ്. അടിപൊളി ക്യാബേജ് ഉണ്ടല്ലോ മോനെ. ഇത് ഫ്രഷ് കേട്ടോ, എക്ദം ഫ്രഷ്. എല്ലാ സാധനം ഉണ്ട്. കത്തിരിക്ക ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, മല്ലിയില, വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ക്ലീൻ ചെയ്താട്ടോ വെച്ചേക്കുന്നേ. നോക്കിയേ ആ ബീഫ് വിൽക്കുന്നവന്റെ ആ ഇത് നോക്ക്, ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഐഫോൺ വെച്ച് പാട്ടൊക്കെ കേട്ട്, അവൻ ഐഫോണൊക്കെ വെച്ച് ഹെഡ്സെറ്റ് ഇട്ട് പാട്ടൊക്കെ കേട്ട് ജാക്കറ്റ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഏത് ലുക്കല്ലേ അവനെ കാണാൻ അല്ലേ? നമുക്കൊന്ന് അവന്റെ അടുത്ത് നിക്കാൻ തന്നെ എന്തോ ഷൈമോ, നമ്മള് ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഇത് നോക്കാൻ ചേട്ടാ എത്ര ഫ്രഷാ നോക്കും സാധനം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം. അതുപോലെ നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലല്ലേ. ഇതേ മുളക് നോക്കിയടാ മോനെ, ഒരു 5 മുളക് വെച്ച 1 കിലോ ആവുന്നത്. സംഭവം ചേട്ടാ ഇതെന്തേലും വെള്ളം കാച്ചി കുടിക്കുന്ന സാധനം അവിടെ. അതെ അതെ അതെ, പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല. ഞാനാ കുരുമുളക് നോക്ക്. ഹിന്ദുസ്ഥാൻ. അയ്യോ നല്ല എരിവുള്ള മുളകാട്ടോ കുരുമുളക്. ഞാൻ ഈ സലാഡ്സിന്റെ സെക്ഷനാ. തക്കാളി ഉപ്പിലിട്ടതാ. ഇത് വഴുതനങ്ങ ഉപ്പിലിട്ടത്. ഇതെന്താ സംഭവം ചേട്ടാ? ഇത് നമ്മുടെ ഇതില്ലടാ സലാഡ് വെള്ളരി ഇല്ലേ, സലാഡിന് യൂസ് ചെയ്യുന്ന വെള്ളരിയാണ്. അത് ഉപ്പും ഇത് ഞാൻ തോന്നുന്നു എന്താ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇട്ടേക്കുന്നതാ. ബീട്രൂട്ട് കൊണ്ടുള്ള സലാഡ് ഉണ്ട്. മൊത്തം സലാഡ്സിന്റെ മേളാണ്. എങ്ങനെയുണ്ട് മാർക്കറ്റ്? മാർക്കറ്റ് അടിപൊളിയല്ലേ. ഇത്രയും ഫ്രഷ് സാധനം കിട്ടുന്നതേ. നമ്മളെ ഇതിണ്ടല്ലോ കോണ്, മൊത്തം സാധനം ഉണ്ടല്ലേ നാട്ടിലെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനം ഇവിടെ ഉണ്ടാ. എല്ലാം ഇവിടെ ഉണ്ട്. ഇതേ ഒരു വെളുത്തുള്ളിയുടെ സൈസ് നോക്കിയേ. വിപിൻ ഹായ്, നൈസ് ടു മീറ്റ് യു. വെളുത്തുള്ളിന്റെ വലിപ്പം നോക്കിയേ. നമ്മുടെ ഒരു കയ്യിൽ ഉള്ളിൽ വെച്ച് പിടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊരു സബോളന്റെ അത്രയുണ്ട് ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ അമ്മായി എടുക്കുന്നേ. അതെ അതെ, ആ അമ്മായിക്ക് സ്വർണ്ണപ്പല്ല കേട്ടോ. സ്മൈൽ, ഈ സ്മൈൽ സ്വർണ്ണപ്പല്ല. അതിലും വലിയ ഇത് പിടിക്കാൻ പറ്റില്ല. ഇത് കറക്റ്റ് സബോളന്റെ വലിപ്പമുണ്ട്. ഇവിടുന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിരുന്നു. ഇത് കണ്ട സംഭവം, ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇതൊക്കെ അത് ഒരു ഐഡിയ അല്ല. ഇത് അറിയുന്ന ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മത്തങ്ങയാണോ? അപ്പൊ അത് എന്താ പച്ചമത്തങ്ങയോ? അതാന്ന് തോന്നുന്നു. ഷേപ്പ് ഒക്കെ മാറിപ്പോയി. മത്തങ്ങയാണ് നോക്ക്, നീളത്തിൽ. ഇതാ മത്തങ്ങ തന്നെയാണ് ചേട്ടാ. നമ്മുടെ നാട്ടിലിപ്പോ ഈ ഒരു കളർ ബീട്രൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇത് കണ്ട നീളത്തിലുള്ള മത്തങ്ങ, അതായത് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അപ്പൊ നമുക്ക് ടേസ്റ്റ് അറിഞ്ഞാൽ മനസ്സിലാവും എന്താ സംഭവം. ഇല്ലില്ല, അത് മത്തനാണോ? എനിക്ക് തോന്നുന്നില്ലടാ. അതെ മത്തനാണോ? നീളത്തിലുള്ള മത്തങ്ങ. ദൂരം കൂടിയപ്പോ നീളം വെച്ചു. ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുമെന്ന് പറയും പോലെ അല്ലേ? അതെ അതെ. ഇത് നമ്മുടെ നാട്ടില് വഴുതനങ്ങ. എന്താ വേണ്ട, ഈ വഴുതനങ്ങയും ഈ പച്ചമുളകും പിന്നെ ഇവിടെ തക്കാളി ആ കടയിലുണ്ട്. ആ കടയില് അത് അവിടെ തക്കാളി 2 സബോളയും വെളുത്തുള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായി? കറിയായി. നല്ല വള്ളിപ്പയർ വെച്ചിട്ട് വറുവല്, നല്ല പച്ചമുളക്, നല്ല എരിയം പച്ചമുളക്. കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനുണ്ടല്ലോ ബെസ്റ്റ് ഓപ്ഷനാ. കാരണം ഭയങ്കര ചീപ്പ സാധനങ്ങൾക്കൊക്കെ. മല്ലിയില ഉണ്ട്. പിന്നെ അവര് തന്നെ വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഹായ് അലീസിസ്. നല്ല കോക്കനട്ട് ഓയിലും ഉണ്ട് അവിടെ ആ കടയില്. ഇത് കോക്കനട്ട് ഓയിലിന്റെ ഒരു ഷോപ്പാന്ന് തോന്നുന്നു. അല്ല ചേട്ടാ? അല്ലാണ്ടാ, ഇതുണ്ട്, സൺഫ്ലവർ ഉണ്ട്, എല്ലാ ഓയിലും ഉണ്ടല്ലോ. ഏറ്റവും താഴെ ഇരിക്കുന്നുണ്ട് അത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ പടമാണല്ലോ വെച്ചിട്ട്. വെളുത്തുള്ളി തന്നെ ഉണ്ടാക്കും. ഫർഗാന ഗോൾഡ് ആണ്. ഫർഗാന ഗോൾഡ്. ഒരു പയ്യനുണ്ട് കേട്ടോ, ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കച്ചവടക്കാരനാണ് ഇവൻ അല്ലേ? സെൻട്രൽ മാർക്കറ്റ്. ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ് ഹായ് ഹായ്
ചെക്കൻ പൊളിയാട്ടോ. ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട്. ഈ മുളക് കണ്ടാ നീ? ദേ ഈ മുളക് കണ്ടാ? ഈ മുളക് മുളക് വിറ്റ് നമ്മളിങ്ങനെ കൈക്കത്തടിച്ച് പിടിച്ചു കഴിഞ്ഞാല് ഈ വിരലും എത്തത്തില്ല. ആ സൈസ് ഉണ്ട്. അത്രയും വലിയ മുളക്. ഇതിന്റെ ലെങ്ത് നോക്കിയേ. നമ്മള് ഫ്രണ്ട് പോലെ വെച്ചാൽ ഇതുവരെ ലെങ്ത് ഉള്ള മുളക്. ഇതൊരു 4 ആയി കഴിഞ്ഞാൽ 1 കിലോ ആവും തോന്നുന്നു അല്ലേ? 4 ഉണ്ടാവില്ല അല്ലേ? 4 വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിന്റെ സീഡ് മേടിച്ചിട്ട് പോകണം കേട്ടോ. എന്തായാലും നാട്ടിൽ കൊണ്ട് വരണം. ഇന്ത്യ ഇവര് ഹിന്ദുസ്ഥാൻ എന്നാ പറയുന്നത് അല്ലെ? ഹിന്ദുസ്ഥാൻ എന്നല്ല, ഹിന്ദുസ്ഥാൻ എന്നാ പറയുന്നത് നമ്മളെ. ഹിന്ദുസ്ഥാൻ. അതെ, ഇവരൊക്കെ വിൽക്കുന്നു കേട്ടോ. ആ അമ്മച്ചി കരയുന്നുണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു നോക്കാം. കരയല്ല, ഇത് ചിരിക്കുക അല്ലെ? ചിരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ചിരിച്ചോളൂ. കോളിഫ്ലവർ കണ്ടാ? നീ അല്ലേ പറഞ്ഞ കോളിഫ്ലവർ ഇല്ലാന്നിവിടെ? കോളിഫ്ലവർ ഉണ്ടല്ലേ ഇവിടെ? നല്ല ഫ്രഷ് സാധനം നോക്കിയേ. നല്ല ഫ്രഷ് കോളിഫ്ലവർ. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഇത് തന്നെ ക്യാബേജ് പോലത്തെ വേറൊരു സാധനമാണ്. ഇതിനു വേണ്ടി ഒരു പച്ചക്കറി കഴിക്കുമോ? ഈ പച്ചക്കറി മാർക്കറ്റിൽ കൂടെ നടന്നിട്ട് തീരുന്നില്ലല്ലോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറയാനില്ല. ഇവിടെ മാർക്കറ്റിൽ എല്ലാ സാധനം കിട്ടും. കിട്ടാത്ത സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലത് എക്സ്ട്രാ ഇത്തിരി കൂടി കിട്ടും. എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ് പ്രശ്നം. നമുക്ക് ഈ ഭാഷ എങ്ങനെ അറിയാറുന്നെങ്കിലേ ഇവിടെ വന്ന് താമസിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം. അതെ, ഭയങ്കര സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ? അതെ അതെ, ഒരു ശല്യമില്ല. ആൾക്കാരെല്ലാം പറ്റിക്കുക എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് അറിയില്ല. അപ്പോൾ ഫർഗാനയുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.